ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നിതാ ഞാൻ വൈത്തിരി ഫാം എന്ന് പറയുന്ന ഒരു പാർക്കിലാണ് കേട്ടോ വന്നത്. അപ്പോൾ മക്കളൊക്കെ വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഓർക്കൊരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരെയും കൊണ്ട് ഇവിടെ വന്നതാട്ടോ. അപ്പോൾ ഇവിടെ വെച്ചാൽ കുട്ടിക്ക് കളിക്കാനുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഞെരുങ്ങുന്നതും പിന്നെ ഊഞ്ഞാലായിട്ടും ആടുന്നതും കറങ്ങുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ കുട്ടിക്ക്. അപ്പോൾ മോൾക്ക് തന്നെ ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അവൾ ഇവിടെ നിന്ന് എണീറ്റ് പോകുന്നതല്ല, ഇതിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് നിന്നാൽ കേട്ടോ. അപ്പോൾ ചെറുതും ഒറ്റ പ്രാവശ്യം ചെറുതിനെ ഞാനിങ്ങനെ നെരുക്കി കാട്ടി കൊടുത്തുള്ളൂ. പിന്നെ ഞങ്ങൾ 5 മണി ടൈമായി ഉണ്ടാവും അവിടെ നിന്ന് പോകുന്നത്. ആ ടൈം വരെ ഓൽക്കാൻ നെരുങ്ങൽ തന്നെ അതിന് കേട്ടോ പരിപാടി. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ കുട്ടിക്ക് കളിക്കുന്നത് മാത്രമല്ല, ഇതുപോലെ നമുക്ക് കാണാൻ ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട് കേട്ടോ. അതായത് ഇതെന്താ ഓന്താണ് ഓന്താണെന്നൊന്നും എനിക്കറിയില്ല. അതേപോലെ എട്ടുകാലി, പിന്നെ നല്ല വെറൈറ്റി എട്ടുകാലി കേട്ടോ, കാണാനൊക്കെ നല്ല രസമുള്ള പുള്ളിയൊക്കെ കളറൊക്കെ ആയിട്ട്. അതേപോലെ തേള്, അങ്ങനെ പാമ്പ് ഒക്കെ ആയിട്ട്, എലിക്കുട്ടികൾ, അങ്ങനെ കുറേ ഐറ്റംസ് സാധനങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ പുറത്തുനിന്ന് കണ്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ ഈ ഒരു സാധനത്തിനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. കാരണം പിന്നെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടെങ്കിൽ കൂടിയും നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. പിന്നാണെങ്കിൽ ഇതവിടെ പാമ്പുകളൊക്കെ ഒരു കളിയാണ് കേട്ടോ. കുറേ കുട്ടികളൊന്നും ഒരു പേടിയുമില്ല, കഴുത്തിൽ കൂടെ ഒക്കെ ഇട്ട് ഓരോരുത്തർ ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും ഇത് അവരൊക്കെ ഇങ്ങനെ ഇടുന്നത് കാണുമ്പോൾ പിന്നെ ഒന്ന് കഴുത്തിൽ വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര പേടി കാരണം ഓരോ കൂട്ടത്തിലൊന്നും ചെയ്യാൻ എനിക്ക് എന്താ പറയുക ധൈര്യം സമ്മതിച്ചില്ല. കണ്ടില്ലേ, ഞാനവർ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് തന്നെ മേലിൽ എന്തോ ആവുക. ധൈര്യത്തിലൊന്ന് സെൽഫി എടുത്താൽ ആൾക്കാർ വെച്ചു. അങ്ങനെ എന്തെന്നാണെങ്കിലും എന്താ പറയുക, ഇവിടെ സമയം പോകാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. നമ്മൾ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്നിട്ടാൽ പാമ്പുകളാന്ന് തോന്നുന്നുണ്ടല്ലേ, കണ്ടാൽ ചെറിയ എന്നെക്കൊണ്ട പോലത്തെ പാമ്പൊക്കെ ഉണ്ട്. എൻ്റെ അമ്മേ, ഇതെന്താ സംഭവം എന്നറിയോ? ഉടുമ്പാണോ ഇനിയിപ്പോൾ വേറെന്താണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതാ നല്ല വെറൈറ്റി മുട്ടകളൊക്കെ ഇരിപ്പുണ്ട് ഉണ്ടല്ലേ. പിന്നെ നമ്മളെ കിളികളൊരു സെക്ഷനാണ് ഇതിൻ്റെ അകത്ത്. ഒത്തിരി നല്ല വെറൈറ്റി കിളികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ ഏറ്റവും ഇഷ്ടമായത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ്. ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് കയറി നിൽക്കുക കിളികളെ കൂട്ടത്തിൽ കേട്ടോ. കിളികളെ കൂട്ടത്തിൽ കയറി നിന്നിട്ട് എന്താ പറയുക, വാതിലങ്ങോട്ട് തുറന്ന് നമ്മളങ്ങോട്ട് കയറുമ്പോഴേക്ക് ഇവർ നമ്മളെ തലയിലേക്കൊക്കെ വന്ന് നിൽക്കും. ഞാനെൻ്റെ ധൈര്യം സംഭരിച്ച് രണ്ടാമത് പോയി ചെയ്ത പണിയാട്ടത്. പാമ്പിനെയൊക്കെ ഒന്ന് എടുത്ത് തോളിലേക്ക് ഇട്ട്. നിങ്ങൾ സംഭവം വിചാരിക്കും എനിക്ക് ഭയങ്കര ധൈര്യമാണെന്ന്. പക്ഷേ എങ്കിലുണ്ടല്ലോ, ഈ കഴുത്തിൽ നിൽക്കുന്ന സാധനത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കണേ അല്ലെങ്കിൽ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് പോലും. എൻ്റെ ഷാൾമക്കൂടെ കൊണ്ട് എനിക്ക് വലിയൊരു എന്താ പറയുക, ഓരോ ബോഡി നമ്മൾ ടച്ച് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പാമ്പേ കൊത്തല്ലേ പറഞ്ഞു ഞാൻ. ശരിങ്ങൾ നമ്മളെ കടിക്കൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട് സംഭവം. അണ്ണാൻകുട്ടിയോ? ഇത് അണ്ണാനല്ല, പറക്കുന്നൊരു സൈസ് എന്താ പറയുക, വവ്വാല് പോലത്തെ ഒരു സാധനമാണ്. ഞാൻ ആ കിളിക്കൂട്ട് കയറിയിട്ട് കിളികളെല്ലാം കൂടി മേലിങ്ങനെ വന്ന് നിൽക്കുന്ന സംഭവം. ഞാനിങ്ങനെ ഒരുപാട് വീഡിയോ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വേറൊന്നല്ല പറയുന്നത്. ഞാൻ ആദ്യം കുറേ വീഡിയോ പിടിച്ചു, പക്ഷേങ്കിൽ ക്യാമറ വീഡിയോ ടച്ച് ചെയ്തില്ല, അങ്ങനെ പിടിച്ചുകൊണ്ടുവന്നു. പിന്നെ ഞാൻ നോക്കുന്നത് വീഡിയോ ഇത് ഓടുന്നില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ കുറേ വീഡിയോ എടുത്തത് അങ്ങനെ കട്ടാക്കിക്കുകയാണെന്ന്, കാരണം ഒന്നും അതിൽ വന്നില്ല.
പിന്നെ അതാ മിലൂട്ടി ഉണ്ടല്ലേ, മിലൂട്ടിക്ക് ഇങ്ങനെ കൈമൽ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഓളും കിളീനെ ഇങ്ങനെ കൈമൽ വെച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഓൾക്ക് പേടിയൊക്കെ ഉണ്ട്, എന്നാലും ഓൾ ധൈര്യം സംഭരിച്ച് ഇന്നെപ്പോലെ ഇങ്ങനെ ധൈര്യത്തിൽ നിൽക്കുകയാണ്. മക്കളല്ലേ. പക്ഷേ ഇതൊരു സംഭവം നല്ല രസമാട്ടോ. അതിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കടിച്ച് മുറിച്ച് തിന്നാൻ നോക്കുന്നുണ്ട്. കാരണം അവർക്ക് വിശക്കുണ്ടോയെന്ന് ആർക്കറിയാം. അവർ നമ്മളെ കയ്യിൽ എന്തെങ്കിലും തീറ്റയൊക്കെ വെച്ചിരുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളെടുത്തേ വരും കേട്ടോ. പിന്നെ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇവരെന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എൻ്റെ ഇറച്ചി കണ്ടിട്ടാണോ എന്നറിയില്ല, എന്നെ കൊത്തിപ്പറിച്ച് തിന്നാനൊക്കെ നോക്കുന്നുണ്ട്. കൈയിൻ്റെ ഇടുക്കൊക്കെ കടിച്ച് പറിക്കുന്നുണ്ട്. കണ്ടില്ലേ. ഞാനെന്നിട്ട് ഓരോട് പറയുക അതിനെന്തെങ്കിലും കൊടുക്കടാ, അതിന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന്. എൻ്റെ മോള് കണ്ടില്ലേ, ഓള് ആ ഒരു കിളീനെ പൊത്തി പിടിച്ചിട്ട് ഇതിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുക കേട്ടോ. അതിനൊക്കെ വേണം കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നത്. സംഭവം എനിക്ക് ഇവിടെ പോയാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു പിന്നെ കിളീൻ്റെ കൂട്ടിൽ കയറിയതാട്ടോ. കാരണം നല്ല മനസ്സിന് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൽ കയറി അതൊക്കെ കുറച്ച് നേരം നിന്നപ്പോൾ ആ ടെൻഷൻ ഏരിയ പോയേന്ന് എനിക്കറിയില്ല. കാരണം മനസ്സിനൊരു സമാധാനമാകും ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോട്ടോ. പിന്നെ അതാ നമ്മളെ കുറേ ഐറ്റംസ് കോഴികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഞാനൊരു കോഴി പ്രാന്തത്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കോഴികളൊക്കെ ഉണ്ട്. പിന്നെ വെറൈറ്റി കോഴികൾ, പിന്നെ ഒരുപാട് പക്ഷികൾ, കുരങ്ങന്, മരഞ്ചാടി, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവില്ലേ. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതാ വേഗം പോയിക്കോളിട്ടോ. നമ്മളെ വൈത്തിരി ഫാമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സംഭവം മക്കളെ. ഏതാ കണ്ടോ, കയ്യിലേക്കടെ വെച്ചെടുത്താൽ അതിക്കുള്ളൂ നെല്ലുവീറ്റുകൾ വന്നിട്ട് സംഭവം രസമാണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ മീനിൻ്റെ ഈ ഉള്ളിലിങ്ങനെ ഒരു ഫുഡ് കൊടുക്കുന്നതും ഭക്ഷണം കഴിക്കാൻ നമ്മൾ കൈ വെച്ചെടുക്കുന്നതൊക്കെ കേട്ടോ. ഫസ്റ്റിൽ എനിക്ക് കൈ കത്തുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഒരു ധൈര്യം കിട്ടുമല്ലോ. ഫസ്റ്റ് നമുക്ക് പേടിയാണല്ലോ. പിന്നെ രണ്ടാമത് ധൈര്യം കിട്ടിയപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക, പിന്നെ അതിൻ്റെ ഒരു പണിയായി. കണ്ടില്ലേ, കാണാൻ തന്നെ എന്തൊരു മഞ്ചാലയായിട്ട്. നിങ്ങളെ യൂണിഫോം ഇട്ടാൽ മാതിരി ഉണ്ട്. ഹൈ, പിന്നെ പോയത് കണ്ട മക്കളെ വേറൊരു ഐറ്റംസ് ടീമിൻ്റെ അടുത്തേക്കാണ്. കണ്ടില്ലേ, കാലം അങ്ങോട്ട് വെച്ചതേ ഓർമ്മയുള്ളൂ. എന്താ പറയുക, എവിടേക്കോ അങ്ങ് എത്തിപ്പോവും. ഫസ്റ്റ് ഭയങ്കര പേടിയാണ് എല്ലാത്തിനും. പിന്നെ കുറച്ച് ടൈം കഴിയുമ്പോൾ എനിക്കതൊരു ധൈര്യം കിട്ടും. ആ ഒരു ധൈര്യത്തുമ്മലാട്ടോ ഞാൻ കാലത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണത്. എൻ്റെ കാലിൻ്റെ അടുത്താണ് എല്ലാവരും ഉള്ളത്. കണ്ടില്ലേ, നല്ല കിളികിളിയാവും. പക്ഷേ നല്ലൊരു മസാജിങ് ആണെന്ന് അവർ പറയുന്നത്. എന്നാലും നമുക്ക് മസാജൊക്കെ ചെയ്ത് കുറേ ടൈമൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നാലേ നമുക്ക് അത് മുതലാവുള്ളൂ. പിന്നെ നമ്മൾ പെട്ടെന്ന് എണീച്ചുകൊണ്ട് ഞാനിങ്ങ് പോന്നു. പിന്നെ ഉണ്ടല്ലോ കുറേ ഐറ്റംസ്, ആന, മയിൽ, ഒട്ടകം എന്ന് പറഞ്ഞാൽ കുറേ ടീമുണ്ട് കാണാൻ. പിന്നെ മയിലൊക്കെ അപ്പുറത്തുണ്ട് കേട്ടോ. പിന്നെ എല്ലാം കൂടി നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഇങ്ങോട്ടാവുന്നില്ല, അതെല്ലാം കൊള്ളിക്കണ്ടേ. അപ്പോൾ അതാ ഈ ഒട്ടകത്തിനൊക്കെ നമുക്ക് തീറ്റ വേണം, പുല്ലൊക്കെ കൊടുക്കുക. മക്കൾക്കൊക്കെ ഒരു രസമാണല്ലോ. പിന്നെ അതാ കഴുതുണ്ട്, കോവർ കഴുത. ഞാനല്ല കേട്ടോ കഴുത, വേറെ അപ്പുറത്തുള്ളതാണേ. എന്നെ കണ്ടിട്ട് ഞാനാ കഴുതാന്ന് പറയണ്ട, കമൻറ്റിലാതൊന്നും വരണ്ട. പിന്നെ അതാക്കുന്ന വെറൈറ്റി നല്ല ആടുകളുണ്ട്. പിന്നെ ആടുകളൊക്കെ പിന്നെ നമ്മളൊരു എന്താ പറയുക, അതൊക്കെ അത് കഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ വലിയ ഇതില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ കുറേ വളർത്തിയോണ്ടേ. പിന്നെ താറാവിനെ കാണുമ്പം തന്നെ എനിക്ക് ഇവിടെ 2 താറാവുണ്ടല്ലോ എൻ്റെ, പറോ നില്ലുന്ന ഓരോ ഓർമ്മ വരും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഓരോ കൂട്ട് കയറി തന്നെ വേണ്ടാന്ന്. അങ്ങനെ നമ്മളെ യമുനെയൊക്കെ കണ്ടു. ഒരു ഐസ്ക്രീമൊക്കെ തിന്ന് ഞാൻ അവിടുന്ന് എസ്കേപ്പായി.